എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഫി നട്ട്സ് കേക്കാണ്. ഇത് ഒരു കോഫി ഫ്ലേവർ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്ന ഒരു രുചികരമായ കേക്കാണ്. ഈ കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇത് 2 കപ്പ് മൈദ, 2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 3 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, 1/2 കപ്പ് ചൂടുപാലിൽ മിക്സ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചതാണ്. ഇത് ബദാമും വാൾനട്ടും കശുവണ്ടിയും കൂടെ പൊടിച്ചതാണ്. കശുവണ്ടി മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ 200 ഗ്രാം ബട്ടർ. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക. പിന്നെ ബട്ടറും മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ആദ്യം ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിൽ നിന്ന് വേണം ഹൈ സ്പീഡിലേക്ക് പോകാൻ. പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഹാൻഡ് വിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തടിത്തവിയോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 മുട്ടയാണ് ഈ കേക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി എടുത്തു വെച്ച മൈദയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഞാൻ ഈ മൈദ 1 തവണ മാത്രമേ അരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. മൈദ ഈ മാവിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെ മിക്സ് ചെയ്യുക. ഓവർ ബീറ്റിംഗ് പാടില്ല. അതുകൊണ്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു തടിത്തവി ഉപയോഗിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ്, ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചത് ചേർക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. മാവ് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കോഫി ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ 2 ടീസ്പൂൺ കോഫി പൗഡറിന് പകരം 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കുക. ഇപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കേക്ക് ടിന്നിലേക്ക് ഈ മാവിനെ മാറ്റുക.
ഇത് ഞാൻ ബട്ടർ തേച്ച ശേഷം മൈദ ഡസ്റ്റ് ചെയ്തതാണ്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്താലും കേക്ക് നന്നായിട്ട് തന്നെ ഇളകി വരും. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 35 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. 45 മിനിറ്റ് സമയമെടുത്തു. ഇനി ഇത് ഒന്ന് ആറിയ ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക. ഇപ്പോൾ കേക്ക് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ള കേക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ കേക്കിന്. നമ്മൾ ചേർത്തിട്ടുള്ള കോഫിയുടെയും നട്ട്സിൻ്റെയും എല്ലാം ടേസ്റ്റ് നന്നായിട്ട് ഈ കേക്കിൽ വന്നിട്ടുണ്ട്. കോഫി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.